നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കർക്കിടക മാസത്തില് നമ്മൾ ചില കാര്യങ്ങളൊക്കെ ആചരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനി വരുന്ന കാലഘട്ടം മുഴുവനും സമ്പത്തും സമാധാനവും ഐശ്വര്യവും എല്ലാം വന്നു ചേരുന്നതാണ്. ഈ കർക്കിടക മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇത് ആചരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്കുണ്ടായിരുന്ന കടം, മനസ്സിനുണ്ടായിരിക്കുന്ന വിഷമങ്ങള്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇതെല്ലാം നിറവേറാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. രാമായണ മാസമാണ്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയാൽ, വലിയ പണച്ചെലവൊന്നും ഇല്ലാത്ത കുറച്ച് തയ്യാറെടുപ്പുകൾ നടത്തിയാൽ ഇനി വരുന്ന ഒരു വർഷക്കാലം നിങ്ങളുടെ ഭവനത്തില് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും എല്ലാം വിളങ്ങുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഒന്ന് ചെയ്യുകയാണെങ്കിൽ വളരെ ഉചിതമായിരിക്കും. അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും നമ്മളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇത് പൂർണ്ണമായിട്ടും കേൾക്കുക. കേട്ടതിന് ശേഷം മാത്രം ഈ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ കർക്കിടകം 1 എന്ന് പറയുന്ന ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, 17-ാം തീയതിയാണ് കർക്കിടകം 1-ാം തീയതി ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് തയ്യാറെടുക്കുന്നത് വ്യാഴാഴ്ച വൈകുന്നേരം ഒരു 5 മണിയാകുമ്പോഴേ തയ്യാറെടുക്കേണ്ടതുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളതാണ്. അതിനുശേഷം ചാണകവെള്ളം, ഈ ചാണകവെള്ളം എടുക്കുമ്പോൾ പലരും പല കാര്യങ്ങൾ തെറ്റിക്കാറുണ്ട്. എവിടുന്നെങ്കിലും കുറച്ച് ചാണകം എടുത്താൽ പോരാ, നമ്മള് പശുവിന്റെ ചാണകം തന്നെ എടുക്കണം. ചിലര് മൂരിയുടെ, എരുമയുടെ ഒക്കെ ചാണകം എടുക്കാറുണ്ട്. അല്ല, പശുവിന്റെ ചാണകമാണ് എടുക്കേണ്ടത്. ചാണകവെള്ളം തളിച്ച് പരിസരം ശുദ്ധിയാക്കേണ്ടതുണ്ട്. നെഗറ്റീവ് എനർജികളെ ദൂരെ കളയുവാനുള്ള, മാറ്റിക്കളയുവാനുള്ള ഒരു എനർജി ഈ ചാണകവെള്ളത്തിനുണ്ട്. അല്ലെങ്കിൽ പനിനീര് തളിച്ചാലും മതിയാവുന്നതാണ്. പരിസരവും വീടുമെല്ലാം വൃത്തിയായി സൂക്ഷിച്ചതിന് ശേഷം മാത്രം അന്നേ ദിവസം സന്ധ്യ വിളക്ക് വയ്ക്കുക, അതായത് നിലവിളക്ക് കൊളുത്തുക. അന്നേ ദിവസം അങ്ങനെ കഴിഞ്ഞതിന് ശേഷം 1-ാം തീയതി പുലർക്കാലെ, അതായത് 17-ാം തീയതി പുലർക്കാലെ നമ്മൾ 4 മണിക്ക് തന്നെ ഉണർന്നെഴുന്നേറ്റ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. ശരീരശുദ്ധി വരുത്തിയതിന് ശേഷം നിങ്ങൾ ആ വീട്ടിൽ തെളിക്കുന്ന ആദ്യ ദീപം അത് നിലവിളക്കായിരിക്കണം. നിലവിളക്ക് തെളിക്കേണ്ട സമയം സൂര്യോദയത്തിന് 40 മിനിറ്റ് മുമ്പാണ് നിങ്ങൾ നിലവിളക്ക് തെളിയിക്കേണ്ടത്. അന്നേ ദിവസം 6 മണി കഴിഞ്ഞ് 7 മിനിറ്റ് കൂടി ആകുമ്പോഴാണ് സൂര്യന്റെ ഉദയം ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് 40 മിനിറ്റ് മുമ്പായിട്ട് നിലവിളക്ക് തെളിയിക്കാൻ ശ്രമിക്കുക. ഈ നിലവിളക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഉമ്മറത്ത്, അതായത് നിങ്ങളുടെ പ്രധാന വാതിലിന് മുമ്പിലായിട്ട് വയ്ക്കേണ്ടതുണ്ട്. അതിനുശേഷം നിങ്ങൾ രാമായണ പാരായണം നടത്തേണ്ടതാണ്. രാമായണ പാരായണം നിങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ നമ്മൾക്ക് രാമായണ പാരായണം നമ്മളുടെ മൊബൈലിലെ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ആ രാമായണ പാരായണം മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ ചെറിയ ശബ്ദത്തിൽ വയ്ക്കുക. അതിനുശേഷം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക. ഈ സമയമൊന്നും ജലപാനം പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം നേരം വെളുത്ത ഉടനെ നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോയി പിതൃക്കൾക്കുള്ള പൂജകൾ ചെയ്യുക. ചെറിയ പൂജകൾ ചെയ്താൽ മതി, കൂട്ട നമസ്കാരം പോലെയുള്ള പൂജകൾ ചെയ്യുക. അതിനുശേഷം അവിടെ നിന്ന് കിട്ടുന്ന പിതൃക്കൾക്ക് ചെയ്ത പ്രസാദം ഒരിക്കലും വീട്ടിലേക്ക് കൊണ്ടുവരരുത്. ആ ക്ഷേത്ര അങ്കണത്തിലോ അതിന്റെ പരിസരത്തോ ഉപേക്ഷിച്ച് പോരണം. ഈ പിതൃക്കൾക്ക് നിങ്ങൾ പൂജകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പൂജകൾക്ക് ശേഷം ആ പ്രസാദം ഏറ്റുവാങ്ങിയതിനു ശേഷം ആ ക്ഷേത്രത്തിൽ കുറച്ച് സമയം ചെലവഴിച്ച് അതിനുശേഷം മാത്രമേ നിങ്ങൾ വീട്ടിലേക്ക് വരാവുള്ളൂ. ആ സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ പ്രസാദം അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യണം. കാരണം ഇത് പിതൃക്കൾക്കുള്ള പ്രസാദമാണ്, നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തതിനു ശേഷം വീട്ടിൽ വന്ന് അന്നേ ദിവസം നോൺ വെജ് ഒന്നും ഉപയോഗിക്കാതെ വെജ് മാത്രം ഉപയോഗിച്ച്, പറ്റുമെങ്കിൽ വ്രതമെടുക്കുന്നവരാണെങ്കിൽ വ്രതമെടുക്കുക. അത് ശാരീരിക സ്ഥിതി അനുസരിച്ച് വ്രതമെടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചിലർക്ക് ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് വ്രതമെടുക്കാവുന്നതാണ്. മറ്റു ചിലർക്ക് പാനീയങ്ങൾ കുടിച്ചുകൊണ്ട് വ്രതമെടുക്കാം. അത് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഇത്രയും ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായി വരുന്ന ഒരു കാര്യമാണ്. പിന്നെ
വരുന്ന ദിവസങ്ങളിൽ കർക്കിടക മാസം മുഴുവനും നിങ്ങൾ രാമായണ പാരായണം എന്നും രാവിലെ കേൾക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തി ഉമ്മറത്ത് വയ്ക്കേണ്ടതുമുണ്ട്. ഈ 2 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും വരും. ഇതിന് കാരണം നിങ്ങൾക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികൾ മാറിപ്പോവുകയും പോസിറ്റീവ് എനർജികൾ ഇതുമൂലം ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. പിതൃക്കളുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുകയും ചെയ്യും. രാമായണ മാസം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതേ വരുത്തുകയുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.